സംസ്ഥാനത്തെ തടവറകൾ ഭരിക്കുന്നത് CPM കുറ്റവാളികളാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. പ്രത്യേകിച്ചും ടി.പി. ചന്ദ്രശേഖരന്റെ കൊലയാളികൾ. കൊടിസുനിക്കെതിരെ തിരുവായ്ക്ക് മറുപ പറയാൻ ഒരു ജയിൽ ഉദ്യോഗസ്ഥർക്കും ധൈര്യമില്ല. ജയിലിൽ കിടന്നുകൊണ്ട് പുറത്ത് ഓപ്പറേഷനുകൾ നടത്തുന്നത് സുനിയുടെ പതിവ് പരിപാടിയാണ്. സർക്കാരിന്റെ ഒത്താശയാണ് ഇതിനെല്ലാം ഇവർക്ക് ഊർജം പകരുന്നത്. കൊടും കുറ്റവാളികളായ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകുകയാണ് പിണറായി സർക്കാർ. ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ആരും വാ പൊളിക്കും. RMP നേതാവ് ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് 1000 ദിവസത്തിലേറെയാണെന്നതാണ് പുറത്തുവരുന്ന വിവരം. ജയിലിൽ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യമുണ്ട്. ഇതുകൂടാതെയാണ് ഇഷ്ടമുള്ള ബ്ലോക്കും ആഹാരവും മൊബൈൽ ഫോണുമെല്ലാം പ്രതികൾക്ക് ലഭിക്കുന്നത്. ഇതിനു പുറമെയാണ് യഥേഷ്ടം പരോൾ കിട്ടി പുറത്തിറങ്ങാൻ സാധിക്കുന്നത്. KC രാമചന്ദ്രനും ട്രൗസർ മനോജും സജിത്തും ജയിലിന് പുറത്ത് 1000 ദിവസത്തിലധികം കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. 6 പേർക്ക് 600-ലധികം ദിവസം പരോൾ ലഭിച്ചപ്പോൾ കേസിലെ മുഖ്യപ്രതിയായ കൊടിസുനിക്ക് 60 ദിവസവും പരോൾ കിട്ടി. സഭയിൽ തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള കണക്ക് പുറത്തുവന്നത്. പലപ്പോഴും ജയിലിൽ പ്രശ്നക്കാരായ ഇവരെ ജയിൽ മാറ്റിയാലും മറ്റിടങ്ങളിലും സർവ്വസ്വാതന്ത്ര്യം തന്നെയാണ്. അനൂപ്, മനോജ്, സിജിത്ത്, റഫീഖ്, മനോജ്, KC രാമചന്ദ്രൻ, കുഞ്ഞനന്ദൻ, ഷാഫി, ഷിനോജ്, രജീഷ്, സുനിൽ കുമാർ എന്നിവരാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ. കൊടിസുനിക്ക് ഈ വർഷം ആദ്യവും പരോൾ അനുവദിച്ചിരുന്നു. പരോളിരിക്കെയാണ് കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ സുനി കണ്ടത്. PK കുഞ്ഞനന്ദന് 327 ദിവസമാണ് പരോൾ അനുവദിച്ചത്. 2020 മാർച്ച് 30-ന് 3 ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. ജാമ്യത്തിലിറക്കിയ ജൂൺ 13-നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത്. KC രാമചന്ദ്രന് 28 തവണയായി 1081 ദിവസമാണ് പരോൾ അനുവദിച്ചത്. TP കൊലക്കേസിൽ വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടും CPM മുൻ നേതാവും 8ാം പ്രതിയുമായ KC രാമചന്ദ്രന് കുറ്റബോധമില്ലെന്ന് റിപ്പോർട്ടടക്കം നേരത്തെ ഹൈക്കോടതിയിൽ വന്നിരുന്നു. പരോൾ കാലത്ത് തന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി വയോധികർക്കായി വീട് നിർമ്മാണം നടത്തി. പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കടബാധ്യതയുണ്ട്. പോലീസ് മർദ്ദനത്തിൽ നട്ടലിന് പരിക്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം രാമചന്ദ്രൻ കോടതി മുമ്പാകെ പറഞ്ഞിരുന്നു. TK രാജേഷ് 21 തവണയായി 940 ദിവസം പരോൾ അനുവദിച്ചു. ട്രൗസർ മനോജ് എന്ന മനോജ് 26 തവണയായി 1068 ദിവസം പരോളിൽ ജയിലിന് പുറത്ത് കഴിഞ്ഞുവെന്നതാണ് പുറത്തുവന്ന വിവരം. അണ്ണൻ സജിത്ത് എന്ന സിജിത്ത് 21 തവണയായി 1078 ദിവസം പരോളിലാണ്. മുഹമ്മദ് ഷാഫി 15 തവണയായി 656 ദിവസം പരോളിൽ കഴിഞ്ഞു. ഇടയ്ക്കിടെ ജയിലിന് പുറത്തിറങ്ങുന്ന ഷാഫി വിവാഹം കഴിച്ചിരുന്നു. ഷിനോജ് 17 തവണയായി 925 ദിവസം പരോളിൽ കഴിഞ്ഞു. ഇവരൊക്കെയും 227 ദിവസം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. 24 തവണയായി 782 ദിവസമാണ് റഫീഖിന് പരോൾ കിട്ടിയത്. കിർമാണി മനോജ് എന്ന മനോജ് കുമാറിനാകട്ടെ 19 തവണയായി 851 ദിവസം പരോളിൽ പുറത്തിറങ്ങാനായി. കൊടിസുനി എന്ന സുനിൽകുമാർ 3 തവണയായി 60 ദിവസം, MC അനൂപ് 15 തവണയായി 900 ദിവസം പരോളിൽ കഴിഞ്ഞു. കൃഷ്ണൻ 10 ദിവസം പരോളിലാണ് കഴിഞ്ഞത്.